വയ്യ എന്റെ കർത്താവേ. ജോയി ചേട്ടാക്ക് സ്പാർക്ക് അടിച്ച് കാണുമായിരിക്കും. അയ്യോ എനിക്ക് വയ്യേ. എനിക്ക് നാണമൊക്കെ വരും. പെട്ടെന്ന് പോയി അവളമാരോട് പറയാം. എന്താടി നിനക്ക്? ഒന്നുമില്ല ഏട്ടാ, ഒന്ന് പോ അവിടുന്ന്. ഇതിനെന്ത് കർത്താവേ, ഇതിന്റെ കിളി പോയോ? ഇനി അവനങ്ങാ തലക്കിട്ട് തൊട്ട് കൊടുത്തു കർത്താവേ. ഓ, രണ്ടിനെ ഒറ്റക്കാക്കിട്ട് പോണ്ടായിരുന്നു. എടാ ജോയലേ, ഇവനിതെന്ത് പറ്റി? എടാ ജോയലേ, എടാ പൊട്ട, എന്താണ് പൊട്ടാ കിടന്ന് അലർന്നേ? നിനക്കിതെന്തു പറ്റിയടാ? സത്യം പറയടാ, ഇവിടെ എന്താ നടന്നത്? ഇവിടെ എന്താ നടക്കാൻ? ഇവിടെ ഒന്നും നടന്നില്ല. എന്താടാ നിനക്കൊരു വെപ്രാളവും പരിവേശവും? എന്റെ പൊന്നോ, ഒന്നുമില്ലേ? ഒന്നുമില്ലല്ലോ അല്ലേ? ചേടാ, ഒന്നുമില്ലെന്ന്. നീ വരുന്നുണ്ടോ? നമുക്ക് ഇറങ്ങാം. ഇവക്കിതെന്ത് പറ്റി? ആമി, നിനക്കിതെന്ത് പറ്റിയടി? എന്റെ പൊന്നു മക്കളെ, ലാസ്റ്റ് അത് സംഭവിച്ചു മക്കളെ, സംഭവിച്ചു. എന്താടി സംഭവിച്ചേ? പെട്ടെന്ന് പറയടി അങ്ങോട്ട്. അത് പിന്നെ ഞാനും ജോയൽ ചേട്ടായിയും. നീയും ജോയൽ ചേട്ടായും? ഞാനും ജോയൽ ചേട്ടായിയും. നീയും ജോയൽ ചേട്ടായും? ഷോ, പോടുന്നു. ഈ നാണം വരുന്നു. ഓ, അവളുടെ ഒരു നാണം. സസ്പെൻസ് ഇല്ലാതെ കാര്യം പറയടി പുല്ലേ. എന്താ സംഭവിച്ചേ? ഞാൻ ജോയൽ ചേട്ടായിയുടെ പുറത്ത് വീണു. അയ്യേ, അത്രേ ഉള്ളൂ. ഓ, നശിപ്പിച്ചു. ഞാൻ വല്ലാണ്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. എന്തോ ആടി, നീയല്ലേ പറഞ്ഞേ മേത്ത് വീണ സ്പാർക്ക് അടിക്കുമെന്ന്. ഞാനിപ്പോ വീണില്ലേടി, ഇപ്പൊ സ്പാർക്കും വന്നു കാണും. അയ്യോ, എന്നെ കൊണ്ടൊന്നും വയ്യ. അല്ല ആമി, എനിക്കൊരു സംശയം. ഇനി സ്പാർക്ക് അടിക്കാൻ വേണ്ടി നീ ആ ചേട്ടനെ മനഃപൂർവ്വം തട്ടി വീഴ്ചതെങ്ങാണോ ആണോ? എന്തോ ആടി ഇത്? അങ്ങനൊന്നും അല്ല, ഇത് പ്യുവർ കോയിൻസിഡൻസ് ആടി. എന്തേലും ആവട്ടെ. ഇനി മോള് വാ, ബാക്കി സ്വപ്നം നമുക്ക് വീട്ടിൽ പോയി കാണാം. എന്നാ പിന്നെ വാടി പിള്ളേരെ. അയ്യോ, നമ്മുടെ ആമി കൈവിട്ടു പോയേ. എന്താടി, നിന്റെ സ്വപ്നം കാണൽ ഇതുവരെ കഴിഞ്ഞില്ലേ? സ്വപ്ന ലോകത്തൊന്ന് പുറത്തു വാടി മോളെ. ജോയൽ ചേട്ടാ ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കോടി? സ്പാർക്കെങ്ങാനും അടിച്ച് എന്നെ സ്വപ്നം കണ്ടങ്ങാ ഇരിക്കുവായിരിക്കോടി. ഓ പിന്നെ, ആ ചേട്ടന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ചിമ്മി, സമ്മതിക്കൂലല്ലോ നീ. ആ പോട്ട് പോട്ട്, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടി. ആ ജോയൽ ചേട്ടായി നിന്നെ നോട്ടീസ് ചെയ്യുന്നോന്നറിയാൻ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലോ ആമി? എന്ത് എക്സ്പെരിമെന്റാ ജിമ്മി? ആമി, നീ ശ്രദ്ധിച്ചു കേട്ടോ. അറിഞ്ഞെടുത്തോളൂ, ആ ചേട്ടന്മാരൊക്കെ പാവങ്ങളാടി. പിന്നെ ജോയൽ ചേട്ടായിക്കും ഒരല്പം മുൻശുണ്ടി കൂടുതലാണ്. അതിപ്പോ നിനക്കും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ജോയൽ ചേട്ടായി അങ്ങ് വിട്ടാരെ, നമ്മുടെ ടാർഗറ്റ് ജോയൽ ചേട്ടായിയാ. ഇപ്പൊ നീ എന്ത് ചെയ്യണോന്ന് വെച്ചാ, ജോയൽ ചേട്ടായി ഒഴികെ ബാക്കിയുള്ള ചേട്ടന്മാർക്കൊക്കെ നീ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അങ്ങ് ഇടണം. അതെന്തിനാടി? അയ്യോ, അപ്പൊ ജോയൽ ചേട്ടായിക്ക് വിഷമാവൂലേടി? ഓ മണ്ണുണ്ണി പെണ്ണെ, വിഷമിക്കണോടി. എന്നാലല്ലേ നമ്മുടെ എക്സ്പെരിമെന്റ് വിജയിച്ചോന്ന് അറിയാൻ പറ്റൂ. ആണാടി? അപ്പൊ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അങ്ങ് ഇടട്ടാ? ഇടടി മോളെ, ഇടങ്ങോട്. ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടടി. ഡീഡി, ഇനി എക്സ്പെരിമെന്റ് വിജയിച്ചോന്ന് എങ്ങനെ അറിയോടി? മരമണ്ടി എടി, ആ ചേട്ടൻ നിന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ചേട്ടന് ദേഷ്യം വരൂലേ? ആ ദേഷ്യം ആ ചേട്ടൻ പ്രകടിപ്പിക്കാതിരിക്കുവോ? അപ്പൊ അറിഞ്ഞൂടെ എക്സ്പെരിമെന്റ് വിജയിച്ചോ ഇല്ലയോന്ന്? അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചേ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ടീ ആൻഡ് സ്നാക്സ്. വേർ ഇസ് തക്കുടു? ചെറുക്കാ, നീ എവിടാ? ഒന്ന് ചായ കുടിക്കൂ. വരുന്നമ്മ. ഗൈസ്, കോളേജിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ തല്ലൊന്നും കൂടാറില്ലേ പിള്ളേരെ നിങ്ങള്? ഇപ്പൊ സ്റ്റോറീസ് ഒന്നും കേൾക്കാനേ ഇല്ല. ഓ ഇല്ല ആന്റി, 2-3 ദിവസമായി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ഓ എന്ത് ചെക്കന്മാരാ നിങ്ങള്? പ്രശ്നമില്ലെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് ഉണ്ടാക്കണം.
ഈ പ്രായത്തിൽ ജില്ലെന്ന് നിക്കണ്ടേ, എന്നാലല്ലേ ഒരു ഇതുള്ളൂ. ആ ബെസ്റ്റ്. എന്തു നല്ല അമ്മ. അമ്മമാരായ ഇങ്ങനെ തന്നെ വേണം. ഞങ്ങൾ നന്നായിരിക്കുന്ന വേണ്ടിട്ട് സഹിക്കുന്നില്ല. അമ്മ ഇന്ന് എവിടെയെങ്കിലും പോയായിരുന്നോ? കർത്താവേ, ഇവൻ കണ്ടുപിടിച്ചു. ഞാനെങ്ങും പോയില്ലടാ. നിങ്ങളുടെ കോളേജിൽ ഞാൻ വന്നിട്ടേ ഇല്ല. അപ്പൊ അമ്മ ഇന്ന് കോളേജിൽ വന്നല്ലേ? ഓ, ഞാൻ പെട്ട്. ഞാനെന്തിനാ നിങ്ങളുടെ കോളേജിൽ വരുന്നേ? ഓ, കിച്ചണിൽ എനിക്ക് എന്തോ ജോലി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങളിവിടെ ചിറ്റാറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ആന്റി കോളേജിൽ വന്നു എന്ന് ഉറപ്പായി. ആന്റി നമ്മുടെ ആമിയെ തപ്പി വന്നതായിരിക്കും. ഓ, ഒരാമി. അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. പുഷ്ടം കെട്ട സാധനം. എന്തിനാടാ പാവം കൊച്ചിനോട് ഇങ്ങനെ ദേഷിക്കുന്നേ? പാവോ? അതും അവള് ഒരു ദിവസമെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നെങ്കിൽ പറയായിരുന്നു. ഇന്ന് അവൾ എന്താ ഒപ്പിച്ചെന്ന് നിനക്കൊക്കെ അറിയാവോ? എന്തു പറ്റിയടാ? അവളെന്തേ ചെയ്ത്? വല്ല പണിയും തന്നതാണോടാ? അവളൊരു പണി നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് നിന്നോട് സൂചിപ്പിക്കാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. അല്ല, എന്താ അവള് ചെയ്തേ? അവളെനിക്ക് കാപ്പിയിൽ ഉപ്പിട്ട് തന്നടാ. കർത്താവേ, അതിൽ ഉപ്പുണ്ടായിരുന്നോ? ചുമ്മാതല്ല അവള് കാപ്പിക്ക് പേരൊക്കെ ഇട്ടോണ്ട് വന്നത്. അങ്ങനെ ആവുമ്പോ നീ മറ്റേ കാപ്പി എടുക്കുമല്ലോ. ബുദ്ധിശാലിയാ. ബുദ്ധിശാലിയൊക്കെയാ. അതിന്റെ കൂടെ നല്ല തല്ലുകൊളിത്തരവും ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ലിന്റെയും ജിന്നിയുമായിട്ട് കയ്യാങ്കളിയിൽ എത്തിയേനവള്. അതെന്തോടാ സംഭവം? മറ്റേ കൊച്ചിനെ ലിന്റെയും ജിന്നിയായിട്ട് പൊരിക്കുമായിരുന്നടാ. ഇവളാ ചെന്ന് രക്ഷിച്ചേ. അതിന്റെ ഇടയ്ക്ക് മറ്റവളുമാരുമായിട്ട് അടിയുപോയി. ഇതിനു മുമ്പും അവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നടാ. അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റ് എല്ലാത്തിന്റെ മുന്നിൽ കയറി അങ്ങ് നിന്നോള്. എന്തേലും പറ്റിയാ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരെണ്ണം ഒരു സമാധാനവും തരത്തില്ല. ഇനി അവളുമാർ അടങ്ങിയിരിക്കുവോ? ഇനി അതുങ്ങൾ എന്തൊക്കെ ഒപ്പിക്കുമെന്ന് കണ്ടറിയണം. നമ്മളുടെ അടുത്ത് കളിക്കുന്ന പോലാണോ അവരുടെ അടുത്തൊക്കെ? അവക്കെന്താ ബോധവും ഇല്ലേ? കുട്ടിക്കളി കളിച്ച് നടക്കുക. കൊച്ചു കുട്ടിയാണെന്ന വിചാരം. ഒരെണ്ണം അങ്ങ് വെച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞ്. നാളെ അങ്ങ് കോളേജിലോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. നിനക്കിത് എന്ത് പറ്റിയടാ? കുന്തം. പിന്നെ ഇതൊക്കെ കേട്ട ദേഷ്യം വരുത്തില്ലേ? അവളാര് ഉണ്ണിയാർച്ചയോ അതോ ജാൻസി റാണിയോ? എന്തുവായത്? ഓഹ്, കലിപ്പ് തീരുന്നില്ലല്ലോ ഭർത്താവേ. എന്താടാ ഇവന്? അതെങ്ങനാടാ? ഇതൊക്കെ ഇതിലുള്ളതാ. ഇതെന്താടാ എല്ലാവർക്കും ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ വന്നേ? കോളേജ് ഗ്രൂപ്പിൽ എന്തേലും വന്നതാണോ? ഇത് അതൊന്നും അല്ലടാ. ഇത് നമ്മുടെ കാന്താരിയാ. ദേ അവള് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടേക്കുന്നു. അച്ചുടാ, അവള് എനിക്കും ഇട്ടേക്കുന്നു. പാവം കൊച്ച്. ഞാൻ അതിന് എന്തോരം വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടപ്പോ അത് എനിക്കും ഇട്ടില്ലേ? ഐ ആം റിയലി ടച്ച്ഡ്. കണ്ടോ, ഇവളിതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാ എന്നെ കരിവാരി തേക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ട്, എന്നിട്ട് എനിക്ക് മാത്രം ഇട്ടില്ല. അഹങ്കാരി. നീ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടില്ല, എനിക്കെന്താടി? എനിക്കൊരു കുന്തമില്ലടി. അല്ല പിന്നെ കുരുത്തം കെട്ടവള്, കുട്ടിപ്പിശാശി. ഡാ, നിങ്ങൾ ആരും ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തേക്കരു, കേട്ടല്ലേ? എടാ ജോയലേ, ഞാൻ അക്സെപ്റ്റ് ചെയ്തടാ. ഞങ്ങളും ചെയ്തായിരുന്നടാ. ചെയ്യും, നിങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്കൊക്കെ ഇപ്പൊ അവളാണല്ലോ വലുത്. എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഞാൻ പോവാ. അവളുടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ്. ആർക്ക് വേണം അവളുടെ ഫ്രണ്ട് റിക്വസ്റ്റ്? എന്താടാ ഇവിടെ സംഭവിച്ചേ? അവന് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാത്തതിന്റെ ദേഷ്യമാണോ അതോ നമ്മൾ അവളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന്റെ ദേഷ്യമാണോ? എന്താടാ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീ ഈ പറഞ്ഞ രണ്ട് പ്രോബബിലിറ്റീസും ഈ സിറ്റുവേഷന് സ്യൂട്ടബിൾ ആടാ. പിന്നെ ഇതൊക്കെ സർവ്വസാധാരണമാ. ഇച്ചിരി ദേഷ്യമൊക്കെ വരും. ഇതെന്തൊക്കെയാ ഇവനീ പറയുന്നേ? ആർക്കറിയാം? നീ വാടാ, നമുക്ക് ഇറങ്ങാം. അഹങ്കാരി. അവൾ ആരാന്ന് അവളുടെ വിചാരം? ഇനി അവൾ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടട്ട്, അപ്പൊ കാണിച്ചു കൊടുക്കാൻ ഞാൻ. അക്സെപ്റ്റ് ചെയ്യൂലടി, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂലടി. സോ ഹാൻസം. ഇച്ചായോ, ഇതാരാ വന്നേന്ന് നോക്കിക്കേ. ദേഷ്യപ്പെടാൻ എന്തുവാ? ഓ, പിന്നെ എല്ലാ പ്രാവശ്യവും നിങ്ങളൊന്ന് വെറുതെ വിട്ടോണ്ടിരിക്കുവല്ലേ? ഞാൻ ഒരു പാവമല്ലേ ഏട്ടാ. നമുക്കൊരു കോംപ്രമൈസിൽ എത്താന്ന്. ശരിയാ, ഞാൻ എന്താണോ ഇവിടെ. നിങ്ങൾക്ക് എന്തേലും വേണോ? അവിടെ അടിയക്കാരെന്ന് കേട്ട്. നിങ്ങൾക്കിനി എന്തേലും ആവശ്യമുണ്ടെങ്കിലോ വിളിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതാ ഞാൻ നേരത്തെ വന്നേ. ഓ, ഇപ്പൊ കടിച്ചു കയറി തിന്നുവല്ലേ? നിങ്ങളുടെയൊക്കെ മുന്നിൽ ഈ ആമി ഈ കുരുത്തം കെട്ടവൾ, കുരുപ്പ്, കാന്താരി, കുട്ടിപ്പിശാശി. ഇല്ല, വിടൂല. ഇന്ന് ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. കൊച്ചു കള്ള് ഓടുന്നു. വാർത്തകളെ ഒറിഞ്ചു പൊട്ടാൽ വിരള വെച്ച് അഴുത്തിയ
ഇത് അവള് തന്നെ. 2 വോയിസും ഒന്നാ. ഓ, ഇതെങ്ങനെ ഒന്ന് കൺഫേം ചെയ്യുന്നേ? കർത്താവേ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു.